മത്തി ഇതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ മസാല മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ മത്തി ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 1/4 കിലോ ചെറിയ മത്തി എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അര മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏത് മീൻ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ചെറിയ മത്തിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയത്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഇപ്പോൾ ഓൺ ആക്കരുത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇനി സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു മസാലേൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് കുറച്ച് കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതാണ്. അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊരിക്കലും മിസ്സാക്കരുത്. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ കട്ടിയിൽ തന്നെ ഇത് പിഴിഞ്ഞൊഴിക്കണം. ഒരുപാട് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരിത്തിരി മാത്രം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മത്തി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ഭാഗവും നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ 2-3 പ്രാവശ്യം അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ ചേർത്ത മസാലകളൊക്കെ വറ്റി മത്തിയായി നല്ലോണം ഒന്ന് യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക രുചി വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല കൂട്ടി കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.